കണ്ണൂരിലുള്ള ആന്തൂർ നഗരസഭയിലെ 3 വാർഡിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രികകൾ പുനർസൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഇതോടെ നഗരസഭയിലെ 5 വാർഡുകളിൽ LDF എതിരില്ലാതെ വിജയിച്ചു. കണ്ണപുരത്തും 2 ഇടത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചു. സ്ഥാനാർത്ഥികളെ പിന്തുണച്ചവരെ CPM ഭീഷണിപ്പെടുത്തിയതാണ് നാമനിർദ്ദേശ പത്രിക തള്ളാൻ കാരണം എന്നാണ് ആരോപണം. പാർട്ടി കോട്ടകളിൽ ജനാധിപത്യമില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണിതെന്ന ആരോപണവും ശക്തമാണ്. ആന്തൂർ നഗരസഭയിൽ കോൾമൊട്ട, തളിവയൽ, തളിയിൽ, കോടല്ലൂർ, 5-ാം പീടിക എന്നീ വാർഡുകളിലാണ് തർക്കം നിലനിന്നിരുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ ഒപ്പിനെ ചൊല്ലി തർക്കമായതോടെ വരണാധികാരി പ്രത്യേക ഹിയറിംഗ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കോൾമൊട്ട, തളിവയൽ എന്നിവിടങ്ങളിൽ UDF പത്രികയിലെ ഒപ്പുകൾ വ്യാജമാണെന്ന LDF വാദം തള്ളിയാണ് പത്രിക അംഗീകരിച്ചത്. തളിയിൽ, കോടല്ലൂർ എന്നിവിടങ്ങളിൽ UDF പത്രികയിലെ ഒപ്പ് അംഗീകരിച്ചില്ല. ഇതോടെ ആന്തൂരിൽ മാത്രം എതിരില്ലാതെ ജയിച്ച LDF സ്ഥാനാർത്ഥികൾ 5ആയി. സ്ഥാനാർത്ഥികളെ പിന്തുണച്ചവരെ ഭീഷണിപ്പെടുത്തിയതാണ് പത്രിക തള്ളിപ്പോകാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ഭീഷണി കൊണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള ആളുകളുടെ നോമിനേഷൻ തള്ളിക്കളയുന്നതിന് വേണ്ടിയുള്ള ചില എതിർകക്ഷികളുടെ തീവ്രമായ ശ്രമത്തിന്റെ ഫലമായി ഭയാനകമായ ഒരു അന്തരീക്ഷമുണ്ടായപ്പോൾ അവർ പിൻവലിച്ചു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം. എന്നാൽ കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങളെ CPM തള്ളുകയാണ്. ഇവിടെ UDFകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭീഷണിയുടെ ഭാഗമായിക്കൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് എന്നതാണ്. ഞങ്ങൾക്ക് CPMനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ആന്തൂർ നഗരസഭയിലെ 29 വാർഡിനകത്തും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയ അടിത്തറ ഈ ആന്തൂർ നഗരസഭക്കകത്തുണ്ട്. കണ്ണപുരം പഞ്ചായത്തിലും തർക്കം നിലനിന്ന 2 വാർഡുകളിലും CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചിട്ടുണ്ട്. പാർട്ടി കോട്ടകളിൽ ജനാധിപത്യമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എതിരാളികളില്ലാതെ CPM ജയിക്കുന്നത് എന്നതാണ് ഉയരുന്ന വിമർശനം. ജനം, കണ്ണൂർ.